അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് അതാ നവാസ് ഫസീലയുടെ അടുത്ത് തന്നെ നിന്നു. അതായത് പുത്തൻ വീട് തറവാട്ടിൽ. ഉമ്മ പറഞ്ഞു, മക്കളെ ഇന്ന് പോകണ്ട, ഉമ്മാൻ്റെ ഒരു സമാധാനത്തിന് ഇവിടെ 2 ദിവസം നിന്നോളി കേട്ടോ. അവിടെ ഇപ്പോൾ ഏതായാലും കുഞ്ഞില്ലേ. കുഞ്ഞുവിന് അന്ന് വീട്ടിലേക്ക് പോകുവാൻ വലിയൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മിസ്രിയെക്കുറിച്ചുള്ള ആ ഒരു വാക്കുകളും ചർച്ചകളും വന്നപ്പോൾ അവൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു. പഠിച്ചോനെ, ഞാൻ ആഗ്രഹിച്ച പെണ്ണാണ്. റബ്ബേ അല്ലാ, നീ എനിക്ക് കനിഞ്ഞരുളണമേ റഹ്മാനെ. ഇനിയൊരു യാതൊരു ബുദ്ധിമുട്ടും തടസ്സവും ഇല്ലാതെ എല്ലാം നീ റെഡിയാക്കി തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അതാ കുഞ്ഞു പഠിച്ച റബ്ബിനോട് ദുആ ചെയ്തു. ഇത്താ, ഫസീലയെ അതെ വിളിക്കുന്നു. ആ മോനെ കുഞ്ഞു. ഇത്താ, എന്നാൽ ഞാൻ പോട്ടെട്ടോ, ഉമ്മ ഇപ്പോൾ ഇവിടെ ഒറ്റക്കല്ലേ. കാരണം നവാസ് ഖാൻ്റെ സ്ഥിതി അറിയാണ്ട് ഉമ്മാക്കും ഉപ്പാക്കും യാതൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. കുഞ്ഞു മോനെ, എന്നാൽ മോൻ പോയിക്കോട്ടോ. ഞാൻ നാളെ വരട്ടെ. എന്നാൽ ഇന്നിപ്പോൾ ഏതായാലും നവാസ്ക്ക് എത്തിയതല്ലേ, പിന്നെ ഉമ്മാക്കൊരു പൊറുതിയേടല്ലേ. ഉമ്മ ആകെ ഇടങ്ങാറായി ടെൻഷനായി നിൽക്കണേ. ഉമ്മാൻ്റെ കുട്ടി ഒന്നും കരുതേണ്ട, താത്താൻ്റെ കുട്ടി പോയിക്കോളിട്ടോ. എന്നാൽ ഇത്താത്ത എന്നാൽ ശരി കേട്ടോ. ഐഷുമ്മ, എന്നാൽ ഞാൻ പോട്ടിട്ടുമ്മ. മോനെ പോയിട്ട് വരി. പിന്നെ എന്തായാലും അല്ലെങ്കിൽ ഉമ്മാനും ഉപ്പാനും കൂട്ടി ഇങ്ങോട്ട് പോന്നൂടേനെ പൊന്നാര മോനെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിൽക്കതിനല്ല എല്ലാവർക്കും കൂടി. അല്ലുമ്മ, ഇനിയിപ്പോൾ അവരൊക്കെ കൊണ്ടുവന്നാൽ മോനെ അതിനെന്താ, കുഴപ്പമൊന്നുമില്ലേ. ഓലം കൂടി ഇങ്ങോട്ട് കൊടുന്നിക്കണേ സമാധാനമായിരുന്നു. എന്നാൽ പിന്നെ വൈകണ്ട, ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളി കേട്ടോ. ആയുഷമ്മ സ്നേഹത്തോടെ അതാ അവനെ പറഞ്ഞയച്ചു. എന്നാൽ അതാ കുഞ്ഞു പോകുന്നത് ഒരാൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഐഷുമ്മ പറഞ്ഞു, വിസിരിയേ ഓ അങ്ങോട്ട് വരുവേ, അവിടെ ഉമ്മ ഇപ്പം ഒറ്റക്കായിട്ട്, അതുകൊണ്ടാണ്. എന്തേ? ഒന്നുമില്ലമ്മ. ഉമ്മക്ക് മനസ്സിലാണ്ട് കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ. പഠിച്ചവൻ്റെ വിധിയോട് റാഹത്തോടു കൂടി എല്ലാം ഞമ്മക്ക് നടത്തണം കേട്ടോ. ഈ ഉമ്മ അതേ മോളെ, എനിക്കറിയാലോ, ഞാനും എൻ്റെ ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നെന്നെ പൊന്നാര മോളെന്നെ മോറ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കണേ. ഏതായാലും അൽഹംദുലില്ലാ, പഠിച്ച റബ്ബ് റാഹത്തിലാക്കട്ടെ. അതേ പറയാനുണ്ട്, വേറെ ഒന്നുമല്ല. ഏതായാലും വേണം നമുക്കൊരു കല്യാണം. അപ്പം നമുക്ക് വിശ്വസ്തരായ നല്ല ആൾക്കാരെ കൊണ്ട് ആക്കുന്നല്ലേ നല്ലത്. അല്ലാതെ പുറമക്കാരെ ഇപ്പോഴത്തെ കുട്ടികളെ വിശ്വസിക്കാൻ പറ്റൂലേ. എല്ലാവരും ഈ കള്ളും കഞ്ചാവിട്ട് നടക്കല്ലേ, 4 കാലിലാണ് പെരയ്ക്ക് കയറി വരും. ഈ മയക്കുമരുന്നും അതും ഇതുമായിട്ട് കുട്ടികളെ വിശ്വസിച്ച് നമുക്ക് കെട്ടിച്ചെടുക്കാൻ പറ്റൂലല്ലോ പൊന്നാര മോളെ. ഇത് എന്ന് വെച്ചൊക്കെ പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ 4 കാര്യം നമ്മൾ നോക്കണം എന്നാണല്ലോ. അതിപ്പോൾ എല്ലാവർക്കും അറിയണേ തന്നെ. 4 കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മളതിൽ ഒന്നിപ്പോൾ സൗന്ദര്യം, തറവാട്, അതുപോലെ തന്നെ ദീന്, സമ്പത്ത്, അങ്ങനെയൊക്കെ തന്നെ അല്ലേ. അങ്ങനെ തന്നെ ആയിക്കൂട്ടാ. അപ്പോളേ നമ്മൾ ഏറ്റവും നോക്കേണ്ടത് ദീനുള്ളവരൊക്കെ കൊണ്ട് കെട്ടിക്കുക എന്നുള്ളതാണ്. ദീനുള്ളവരെ കൊണ്ട് കെട്ടിച്ചാൽ മക്കൾ ആ കുട്ടികൾ കഴിച്ചിലാവും. കുറച്ച് പൈസയും കാര്യങ്ങളും ഇതൊക്കെ കുറവാണെങ്കിലും കൂടിയിട്ട് ദീനുള്ളവരെ കൊണ്ട് കെട്ടിച്ചാലേ ഇപ്പോൾ ഓരോ ഉസ്താദ്മാർ വയലുറന്ന് കേട്ടിക്കണില്ലേ, പെണ്ണുങ്ങളെ നമ്മൾ പെരയ്ക്ക് കൊണ്ടുവന്ന് ജോലി എടുപ്പിക്കാനെന്നല്ല. ഓലെന്ന് വെച്ചാൽ നമ്മൾ ഇണകളായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ച റബ്ബ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലതും നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടിയത് എന്ന്. ഇനിയിപ്പോൾ പാർപ്പേർത്തികളൊക്കെ ഉള്ള പെരിയെന്നൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ അത് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. ഓൾക്ക് നിർത്തി കൊടുക്കണമല്ലോ, എല്ലാം ചെയ്ത് കൊടുക്കണമല്ല. നമ്മൾ ഒരിക്കലും നമ്മളെ ഈ ആണുങ്ങളെ വിചാരമുണ്ട് ചിലവർ ഓരോ ഡ്രസ്സ് അലക്കാനും പെരപ്പണി എടുക്കാനും തുടക്കാനും മോറാനും വെച്ചുണ്ടാക്കാനുള്ള വേലക്കാരത്തിയാണ് ഓല്. ഒരിക്കലും അങ്ങനല്ല. സ്ത്രീകൾക്ക് ഇസ്ലാമിൽ എന്തൊരു സ്ഥാന മക്കളുള്ളത്. എല്ലാവരും പറയില്ല സ്വാതന്ത്ര്യമാണ് സ്ത്രീകൾക്ക് എന്ന്. ഇസ്ലാമിനേക്കാളും വലിയൊരു സ്വാതന്ത്ര്യമുള്ള ഒരു മതം ഇല്ല. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, അതായത് നമ്മൾ ദീനുള്ളവരെ കെട്ടുക എന്നാണ്. പൊന്നാര മോളെ, ഓന് കുഴപ്പമൊന്നുമില്ലാത്ത എല്ലാം നല്ല മട്ടത്തിനുള്ളൊരു കുട്ടിയാണ്. അത്യാവശ്യം പഠിപ്പും വിദ്യാഭ്യാസം അതുകൊണ്ട് എല്ലാം ഉള്ളൊരു കുട്ടിയാണ്, ദീനുള്ള കുട്ടിയാണ്. അപ്പോൾ നമ്മൾ കണ്ടറിഞ്ഞ് ഇപ്പോൾ നോക്കടി സെമീറാൻ്റെ സ്ഥിതി നിങ്ങളൊക്കെ കാണുന്നതല്ലേ. ആ ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടികളെടുത്ത് വരണേ, ഓളോട് എന്തോരം സ്നേഹത്തോടാണ് വർത്താനം പറഞ്ഞത്. എത്ര നേരം ഓല് ഇരുന്ന് വർത്താനം പറയും. അതാണ് ഇപ്പോഴത്തെ ആണുങ്ങൾക്കൊക്കെ അതിന് സമയമുണ്ടാവും. ഭാര്യനോട് 1/2 മണിക്കൂറെങ്കിലും ഇരുന്ന് വർത്താനം പറയണമെന്നാ. ഇഷായിൻ്റെ ശേഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരൊപ്പം 1/2 മണിക്കൂർ ഇരുന്ന് സംസാരിക്കുമായിരുന്നു എന്ന്. അതിനിടയിൽ വേണ്ടാത്ത വർത്താനം വരികയോ അല്ലെങ്കിൽ അതോ ഇതോ രാഷ്ട്രീയ കാര്യങ്ങളോ ചർച്ച ഒന്നുമല്ല. ഓല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കുവെക്കുക, ഓല എല്ലാ കാര്യങ്ങളും, അല്ലാതെ ഒരു പുറത്തത്തെ ചർച്ച അവർക്ക് വരൂലെന്ന്. അങ്ങനെയല്ല നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ മാതൃക വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ. അപ്പോൾ കണ്ട ഈ ഉസ്താദ് നോക്കുക ചിലപ്പോൾ ഞാൻ വിചാരിച്ചു റബ്ബേ, ദീനുള്ളവർ ദീനുള്ളവർ തന്നെ.
എന്തോ ഒരു സ്നേഹം. ആ കുട്ടി എത്ര ഇടങ്ങാറായൊരു പെണ്ണേനാ സെമീറ. ഇപ്പം കണ്ടില്ല എന്തോ ഒരു സുഖമാണ്. അൽഹംദുലില്ലാ എന്നും സുഖമാകട്ടെ. കുറേ അനുഭവിച്ചാണ് ആ കുട്ടി. അതുകൊണ്ട് തന്നെ പറയാനുള്ളത്, ആ കുട്ടിക്ക് നല്ല ഇത് കൊടുക്കട്ടെ. അതായത് പടച്ച റബ്ബിൻ്റെ സ്നേഹവും കരുണയും കൊടുക്കട്ടെ. കുറേ കഷ്ടപ്പെട്ട് കുറേ ആ കള്ളുടേനോളെ ഇടങ്ങാറാക്കിക്കണം ആ പെരക്കാരും എല്ലാവരും കൂടി. എന്നാലും നോക്കാം ഇപ്പം അൽഹംദുലില്ലാ നല്ലൊരു ജീവിതം. ഉമ്മ സത്യമായിട്ടും എനിക്കും അങ്ങനത്തെ തന്നെ ഇഷ്ടം. മോളെ കുഞ്ഞ് ഒന്നും കൊണ്ടും മോശമല്ല. ഓന് മൂലിയർ വേഴ്സിൽ നടക്കണില്ല എന്നേ ഉള്ളൂ. ഓൻ്റെ മനസ്സിൽ നല്ല മോനാടി. വേണ്ടാത്തൊരു പ്രവൃത്തിയും കൂട്ടുകെട്ടുമില്ല. പിന്നെ ഷാമോൻ പറഞ്ഞ 5 നേരം നമസ്കാരം കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ഓന് പള്ളിക്ക് വരും. അതന്നെയല്ലേ നമുക്ക് മാണ്ടിയത്. 5 വക്ത് നിസ്കരിക്കുന്നുണ്ടോ? എന്നാൽ തന്നെ ഓലൊരുവിധം നല്ലോരന്നെ കാരം നിസ്കാരം തെറ്റിച്ചാത്തോല്. കുഞ്ഞുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലതാണ്. ഇനിയിപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പടച്ച റബ്ബ് ഒരു ബുദ്ധിമുട്ടും കുഴപ്പമില്ല നടത്തി തരട്ടെ കേട്ടാ. ഉമ്മ ആയിക്കോട്ടെ. എന്നാൽ അതാ നവാസിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അതാ മിസിരി അവളുടെ റൂമിലേക്ക് പോകുന്നു. എന്നാൽ ഫസീല മോളെ മിസിരിയെ എന്തിത്താത്ത മോളെ കുഞ്ഞിനങ്ങ് തന്നേക്ക്, ഞാൻ കൊണ്ടുപോയിപ്പോൾ. എൻ്റെ പൊന്നാരിത്താത്ത അത് വേണ്ട. കുഞ്ഞിനിപ്പോൾ ഞാൻ പാട്ട് പാടി ഉറക്കലും താരാട്ട് പാടലും ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. കുഞ്ഞിന് ഭക്ഷണമൊക്കെ ഞാൻ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല മോളെ മോൾക്കൊരു ബുദ്ധിമുട്ടാവില്ല. ഇല്ല താത്ത നിങ്ങൾ പോയിക്കോളി. അതെ മോളെ നവാസേ. എന്തോ ഉമ്മ? ഇനിയിപ്പോൾ മേൽക്ക് ഓളേറ്റ് പോകണ്ടെന്ന് എൻ്റെ അഭിപ്രായം. എടി ഫസിയേ. എന്തുമ്മ? അതെ സൗദൻ്റെ റൂം ഒഴിഞ്ഞെടുക്കല്ലേ. ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിക്കാണ്ടേ. ഒരു മാറ്റിക്കണമെന്നാവും. ഇനിയിപ്പോൾ നുസൈബ് മാറ്റിയിട്ടിക്കണമെന്നാവും. ഞാൻ പറഞ്ഞു തിരുമ്പാൻ. നുസിയേ അവിടുത്തെ ഇതൊക്കെ മാറ്റിക്കണം ഞാജ്. ഉമ്മ ഞാൻ മാറ്റിയിട്ടുണ്ട്. വേറെ വിരിച്ചിട്ടിട്ടില്ല, മാറ്റിയിട്ടുണ്ട്. നല്ലൊന്ന് വിരിക്ക് മോളെന്നാ. ഒന്ന് ഉമ്മാൻ്റെ ഒന്ന്. ഉമ്മ ആയിക്കോട്ടെ ഞാൻ ചെയ്തോളാം. അപ്പോൾ തന്നെ അവൾ നല്ലൊരു ബെഡ്ഷീറ്റ് അവിടെ വിരിച്ചു കൊടുക്കുന്നു. അല്ലേ ഇനിയിപ്പോൾ ഫസീലാക്കേ ആ കോണി കയറി ഇറങ്ങിക്കാണ്ട് ഒന്നും ആകണ്ട. ഏതായാലും ഉണ്ടായതല്ലേ, നമുക്ക് പടച്ച റബ്ബ് തരുന്നേ. നമുക്ക് 2 കൈകൾ നീട്ടി വാങ്ങണമല്ലോ. നമ്മളിപ്പോൾ ഇടങ്ങാറാക്കുക. എനിക്ക് കോണി കയറി ഇറങ്ങി ഒരു 8-9 മാസമൊക്കെ ആയിട്ട് അങ്ങനെ പറ്റും. ഇതിപ്പോൾ ഈ തുടക്കത്തിൽ ചിലപ്പോൾ എനിക്കിപ്പോൾ ഒരു ബേജാറാണ് എല്ലാം. മറ്റേ എനിക്ക് ബേജാറും പേടിയേ ഇല്ല. എൻ്റെ നവാസിനെയും എൻ്റെ ഷമ്മാസിനെയും എൻ്റെ ഫൈസലിനെയും ഓലൊക്കെ പള്ളിയില്ലെന്നത് എനിക്കിതാ തീരെ ഒരു കരുതലില്ല. ഞാൻ എല്ലായിടത്തും കൂടി കയറി മറിഞ്ഞ് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് 2 ഭാഗത്തുള്ള വലിയ കോണിയുള്ള വലിയ പെരേനോ ഇതല്ലേനോ. ആ സ്ഥലത്ത് തന്നെയാണ് ഇത്. എന്നാലും 2 ഭാഗത്തു കൂടിയും കോണിയേനു. കുറേ കണ്ടമാൻ റൂം മുകളിലൊക്കെ ഓടിൻ്റെ ഈ മരത്തിൻ്റെ കോണിയൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ ഈ മാളിൻ്റെ മേലൊക്കെ മരം കൊണ്ട് ഇങ്ങനെ ഒരു പാത്തി പോലെ ഉണ്ടാക്കി അങ്ങനത്തെ സൈസ് അങ്ങനത്തെ ഇതുള്ള പെരേനു. ഒരു അറയിൽ കെടുക്കണ മാതിരി തോന്നും. ഇപ്പോഴത്തെ മാതിരി വാർപ്പൊന്നുമില്ലല്ലോ. അന്ന് 2 ഭാഗത്തു കൂടിയും കോണിയേനു. അപ്പം എന്നോട് ഇങ്ങനെ അമ്മ പറയും, എൻ്റെ പൊന്നാര ഐശ്വര്യ ഇങ്ങനെ കയറി മറിയല്ലേ, ഒന്നുകൊണ്ട് ഊറി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴത്തിന് എനിക്കൊന്നും ഇങ്ങോട്ട് അടങ്ങി നിന്നൂടേന്ന് പറയും. എന്നാലും ഞാനിപ്പോൾ 10 കഴിഞ്ഞാലും അതിലൊക്കെ കയറി മറിഞ്ഞീനു. അതൊക്കെ അന്നത്തെ കളി. ഇപ്പം പിന്നെ അങ്ങനെ എന്ത് ചെയ്യാലേ, ആശുപത്രിയിൽ കണ്ട് കൊണ്ടുപോയ ഓൽക്കൊരു 100 ചോദ്യമാണ്. എന്താ ചോദ്യം? എന്താ പറ്റിയത്, എവിടെയായിരുന്നു, അങ്ങനെ റെസ്റ്റ് കാര്യങ്ങൾ. എന്നിട്ട് അതും കഴിഞ്ഞതിൻ്റെ ശേഷം ഈ കട്ടിലിൻ്റെ ചോട്ടിൽ 2 ഇഷ്ടി കെട്ടുകാണുണ്ട് കുത്തനെങ്ങനെ കെടുക്കണം. തല താഴത്തേക്കും കാല് മേൽക്കും. അപ്പോൾ എന്താ ഗർഭപാത്രത്തിന് ശേഷി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകാണ്ടേ അങ്ങനെ ഒരു ബ്ലീഡിങ്ങോ കാര്യങ്ങളോ കണ്ട ആ ഒരു കിടക്കണം. ഒരു പാട്ട വെള്ളം പിടിച്ചാനും പൊന്തിച്ചാനും സമ്മതിക്കൂല. ഞാൻ കരുതണ പടച്ച റബ്ബ് വിചാരിച്ചാൽ നമുക്ക് തരൂലേ. അതിപ്പോൾ നമ്മളായിട്ടിപ്പോൾ അതിപ്പോൾ ഇങ്ങനെ കരുതേണ്ട ആവശ്യം കരുതണം. എന്നാലേ ഇപ്പോഴത്തെ കാലത്ത്, അന്നത്തെ കാലം അങ്ങനെ, എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് പേടിയാണത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയണത് നുസിയേ, ഇനിയിപ്പോൾ മേൽക്ക് ഇങ്ങനെ ഇനി വെള്ളം പറ്റി ഇറങ്ങാണ്ട് ഇങ്ങനെ കീരി ഇറങ്ങിക്കൊണ്ട് നിൽക്കും. അപ്പോൾ പിന്നെ അതിന് നിൽക്കണ്ട. ഓൾക്കിപ്പോൾ പിന്നെ വാസന ഇങ്ങോട്ട് കിട്ടിയ അതൃപ്പത്തിലേ ആ ഒരു ഇതുണ്ടാവും. ഓനക്ക് മന്താച്ചാൽ മാണ്ടി ഓൾ മരിച്ചു അങ്ങനെ. അതേ നുസി ആയിക്കോട്ടെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ സെറ്റ് ആയിക്കോളാം. അപ്പോൾ തന്നെ അവൾ ബെഡ്ഷീറ്റുമായി സൗദ കിടന്ന റൂമിലേക്ക് പോയിരുന്നു. അന്ന് നല്ലോണം അടിച്ചു വരി തുടച്ച് ക്ലീൻ ചെയ്തതാണ്. നല്ല ഫ്രഷ്നെസ് തന്നെ ഉണ്ട്. അതിപ്പോൾ എന്നുള്ള തന്നെയല്ലേ. അല്ല ആ ബെഡ്ഷീറ്റൊക്കെ ഒന്നാണ്ടേ മാറ്റിക്കളി. പെട്ടെന്ന് സൗദ പറഞ്ഞു, വേണ്ട ഞങ്ങൾ മോളിൽ പോയി കിടന്നോളാം. അതിനിപ്പോൾ എന്താ? അല്ലടി ഇനിയിപ്പോൾ ഒന്നാണ്ട് പോകണ്ട നേരം. ഇപ്പം എന്താന്നോ ഇവിടാണ് കിടന്നോളൂ നിങ്ങൾ. ഇനിയിപ്പോൾ അങ്ങോട്ട് എനിക്ക് ഒന്ന് അങ്ങോട്ട് ഇറങ്ങേണ്ടി വരും, ഒന്ന് ഇങ്ങോട്ട് കയറേണ്ടി വരും. കുട്ടികളെ ഒന്ന് ഈച്ചുമ്പോൾ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങാണ്ട് ഇങ്ങനെ തൽക്കാലം ഇവിടാണ് കിടന്നോ.
ഇനിയിപ്പോൾ അതിനൊന്നിനും നിൽക്കണ്ട. അതാ നല്ലത്. എന്നാൽ ഫസീല പറഞ്ഞു, ഉമ്മ ഞങ്ങൾ എവിടെയും കിടന്നോളമ്മ എടുങ്ങാറായില്ലേ? അല്ല മോളെ നവാസേ, എന്നാൽ അവിടെ പോയി കിടന്നോ, അവിടെ വിരിച്ചേക്കണ് നല്ല മട്ടത്തിൽ. എന്നാൽ നുസൈബ അതാ അപ്പോഴേക്കും അവിടേക്ക് വെള്ളവും കൊണ്ടുപോയിക്കുന്നു. എൻ്റെ പൊന്നു നുസി, നീ എന്തേ ചെയ്യുന്നത്? നീ എന്തേ ചെയ്യുന്നത് നുസിയെ? നീ സൗദൊക്കെ കൊണ്ടുപോയി വെക്കുന്ന പോലെ എനിക്കും അതൊക്കെ കൊണ്ടുവന്ന് തരികയാണോ? എൻ്റെ പൊന്നു നുസി, അതൊന്നും വേണ്ട. എന്താ നുസി എനിക്ക് അതൊക്കെ ഞാൻ എടുക്കൂലേ? ഇത്താത്ത, നിങ്ങൾ ഏതായാലും ഇങ്ങോട്ട് വന്നതല്ലേ, നിങ്ങൾ 1-2 ദിവസം ഇവിടേക്ക് വരുമ്പോഴേക്കും ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടുണ്ടോ? ഈ ഇത്താത്തൻ്റെ ഒരു കാര്യം നുസൈബ പറഞ്ഞു. എൻ്റെ പൊന്നു നുസിയെ, എനിക്കടി മനസ്സൊക്കെ നല്ല ഇടങ്ങാറൊക്കെ ഉണ്ട്. ഇപ്പോൾ സൗദ കിടന്ന റൂമിലാണ് ഇപ്പോൾ ഞാൻ കിടക്കുന്നത്. എൻ്റെ പൊന്നാരിത്താത്ത, തൽക്കാലം നിങ്ങളിന്ന് നവാസ്ഖാൻ്റെ കൂടെ കിടക്കി. കാരണം ഇന്ന് ചിലപ്പോൾ സൗദൻ്റെ സ്വഭാവം എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അവരുടെ സ്വഭാവം ഇങ്ങനെ മിനിറ്റിന് മാറുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും നമ്മൾ ഇന്നിപ്പോൾ ആ ജയിൽ ശിക്ഷ കഴിഞ്ഞ് വന്നതല്ല, പാവല്ലേ നവാസ്ഖാൻ്റെ കൂടെ തന്നെ നിങ്ങൾ കിടക്കി. ഇന്നിപ്പോൾ സൗദക്കൊന്നും വിട്ടുകൊടുക്കണ കാര്യത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കല്ലേ കേട്ടോ. ഒന്ന് നവാസ്ഖാൻ നിങ്ങളൊന്ന് നല്ലോണം സന്തോഷിപ്പിക്കുക. എൻ്റെ പൊന്നു ഇത്താ, ഈ നുസിൻ്റെ ഒരു കാര്യം. അങ്ങനെ അതാ നുസൈബ പറഞ്ഞതനുസരിച്ച് ആ റൂമിൽ കിടക്കാൻ തയ്യാറായി. നവാസ് സിറ്റ് ഔട്ടിലാണ്. അതെ, നവാസ് ഷമ്മാസിനോട് ഓരോന്ന് പറയുന്നു. എൻ്റെ പൊന്നു ഷാമോനെ, എടാ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെയൊന്നും അനുഭവിച്ചു കഴിഞ്ഞ് എങ്ങനെ എനിക്കറിയില്ല എല്ലാവർക്കും. പക്ഷേ ജയിലെന്ന് പറഞ്ഞാലടാ ഭയങ്കരമായിട്ടൊരു സ്ഥലമാണ്. പലരുടെയും ജയിലിൻ്റെ അവസ്ഥ നീ കണ്ടിട്ടുണ്ടോ? നമ്മളെ നാട്ടിലുണ്ടെന്ന് എനിക്കറിയില്ല. ശരിക്കും തല നീർത്തി നിൽക്കാൻ വരെ കഴിയാത്ത അവസ്ഥ. അതായത് ആ ജയിലിൽ നിന്ന് എഴുന്നേൽക്കുകയാണെങ്കിൽ കുമ്പിട്ട് നിൽക്കണം, തല മുട്ടിപ്പോകും, എഴുന്നേൽക്കാൻ പറ്റൂല. അതൊരു ഇരുട്ടറ, കുമ്പിട്ട് നിൽക്കുക, ഇരിക്കുക, കിടക്കുക. പക്ഷേ എണീറ്റ് നിൽക്കാനൊന്ന് കൊതിയായി പോകും. ആ സമയത്ത് പടച്ചറബ് കാത്തുരക്ഷിക്കട്ടെ. പ്രവാസികളായ എത്രയോ ആളുകളുണ്ടാവും. അതെ, മറുനാട്ടിൽ ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കഴിയുന്ന എത്രയോ പാവപ്പെട്ടവരുണ്ടാവും റബ്ബേ. കാരണം അവരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്രമാത്രം പരിതാപകരായിരിക്കും. അതായത് എൻ്റെ കൂട്ടുകാരനെ കുറിച്ചാണ് ഞാൻ ഓർത്തത്. അതായത് ഇവിടെ ഭാര്യയും മക്കളെയും കൊണ്ടാണ് അവന് ഗൾഫിലേക്ക് പോകുന്നത്. ആ സമയത്താണ് അത് കൂട്ടുകാരന് വേണ്ടിയിട്ട് എന്തോ ഒരു മെഡിസിൻസ് കൊടുത്തു വിടുന്നത്. എന്തോ ഷുഗറിനുള്ളതോ എന്തോ അറിയില്ല, മെഡിസിൻസ് കൊടുത്തു വിട്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കസ്റ്റംസിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇവിടെ നിന്നൊക്കെ പോയതുകൊണ്ട് അവിടെ എത്തിയപ്പോൾ ചെക്കിങ്ങിൽ എന്തോ പെട്ടപ്പോൾ അത് എൻ്റെ എൻ്റെ ഷാമോനെ അത്യധികം വിലപിടിപ്പുള്ള മയക്കുമരുന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കൈമാറുന്നോ എന്തോ എനിക്കറിയില്ല എന്തോ സംഭവിച്ചത്. ആ നിമിഷം തന്നെ അതാ എയർപോർട്ടിന് പുറത്തേക്ക് വിട്ടില്ല. ആ നിമിഷം തന്നെ ഭാര്യയെയും മക്കളെയും അടക്കിയാണ് കൊണ്ടുപോയത് ജയിലിലേക്ക്. എന്താലേ അവസ്ഥ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യനെയും മക്കളെയൊക്കെ തുറന്ന് വിട്ടയച്ചു. പക്ഷേ എങ്ങോട്ട് പോകാൻ അവർക്ക്? ഈ ഒരു മനുഷ്യനെ ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നത്. പാവം, അവന് ജയിലിലാണ്. ജയിലിലായിട്ട് നമുക്ക് എന്താ ചെയ്ത കുറ്റം എന്ന് വെച്ചാൽ ആരോ കൊടുത്ത മയക്കുമരുന്ന്, അതെ ഷുഗറിനുള്ള ഗുളിക എന്ന് പറഞ്ഞ് കൊടുത്തയച്ചു. പക്ഷെ അത് ഭയങ്കര മയക്കുമരുന്നായിരുന്നു. അങ്ങനെ എത്ര അവൻ അനുഭവിക്കുന്ന ശിക്ഷയ്ക്ക്, നമ്മൾ അറബ് നാട്ടിലെ ശിക്ഷ എന്ന് വെച്ചാൽ ഇവിടുത്തെ ശിക്ഷ പോലെയല്ലല്ലോ. അതൊക്കെ ഉണ്ടാ ഞാൻ വിചാരിച്ച റബ്ബേ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ എല്ലാം കേട്ട് ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുക. എൻ്റെ നവാസ്ക ഒരു തെറ്റും ചെയ്യാതെ ഇത്രയൊക്കെ അനുഭവിച്ചില്ലേ? സാരില്ലടാ, ഒക്കെ അള്ളാഹുവിൻ്റെ വിധി. സാരില്ല ഷാമോനെ, ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ നമ്മളുടേതാണെന്ന് കരുതിയിട്ട് എല്ലാം വാരിക്കോരി കൊടുക്കും. പക്ഷേ എന്ത് ചെയ്യുമ്പോഴും നമ്മളെ ഉമ്മാനോടൊരു വാക്ക് ചോദിച്ചിട്ട് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അതല്ല എങ്കിലേ നമ്മളെ ഉമ്മാൻ്റെ പ്രാർത്ഥന നമുക്ക് ഉണ്ടാവില്ല. നമ്മളെ ഉമ്മാൻ്റെ പ്രാർത്ഥന ഉണ്ടായില്ലേ നമുക്ക് ആ ഒരു കാര്യം ശരിയായി വരില്ല. എടാ ഞാൻ ഉമ്മയോട് പറയണം എന്നൊക്കെ വിചാരിച്ച് എത്ര വലിയ വീടൊക്കെ എടുത്തതാണെടാ. ഉമ്മയോട് പറയണം എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഉമ്മ അതേ പുത്തൻ വീട്ടിൽ പറയണ്ടിട്ടാ ഈ കാര്യം പറയേ വേണ്ട, ലാസ്റ്റ് അറിഞ്ഞാൽ മതി. ശരിയാണ്, ഞാൻ ഉമ്മാൻ അങ്ങനെ ഉണ്ട് വിചാരിച്ചു. നല്ലൊരു ഉമ്മല്ലേ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഓൽക്കതൊരു മോശത്തരാണോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാകുന്നത്. പക്ഷേ അന്ന് തന്നെ ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ പ്രാർത്ഥന കിട്ടിയിരുന്നു എനിക്ക്. ഇപ്പം എന്തായി എടുത്തു കൊടുത്തതും ഒക്കെ വെള്ളത്തിലായ പോലെ ആയില്ലേ. കുറേ ജയിലിലും കിടന്നു. അങ്ങനെ ആയി വേണ്ടില്ലായിരുന്നോടാ.
ഏയ് ഇക്ക നിങ്ങൾ കരയല്ലേ മോനെ, ഷാമോനെ. ഉമ്മ അപ്പോഴേക്കും അങ്ങോട്ട് വന്നു. ദാ ഉമ്മ വരുന്നുണ്ട്, ഒന്നും പറയണ്ട. മോനെ നവാസേ, പോയി കിടന്നാ ഇനി മതി, നിങ്ങളെ വർത്താനം തീരൂല. പണ്ടേ അങ്ങനെ വർത്താനം പറഞ്ഞ് 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 പറഞ്ഞ കുറേ നേരാണ്ടാക്കും. വേം പോയി കിടന്നാണി, ചെല്ലി. ഉമ്മ, അല്ല എന്തിപ്പോൾ രണ്ടാളെ കണ്ണും നിറഞ്ഞിക്കണല്ലോ. ഏയ് ഓനോരോ കഥ പറയാണ്. അല്ല ജയിലത്തെ കഥ കേൾക്കാനും പറയണത് അല്ലേ. എനിക്കതൊന്നും കേൾക്കാൻ, എനിക്ക് കേൾക്കാൻ പൂതിയില്ല. പഠിച്ചവനെ കാക്കട്ടെ. എനിക്ക് കോടതിക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഇങ്ങോട്ട്, പിന്നെ എൻ്റെ കുട്ടീനെ ഒന്ന് കാണണമല്ലോ, എന്താ ഏതാന്ന് വിചാരിച്ച് കണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ പിടിച്ച് വന്നതാണ്. ഏതായാലും അള്ളാഹ് റിസ്വാന വക്കീൽ ഇടപെട്ടതുകൊണ്ടൊക്കെ റെഡിയായി. എല്ലാം പഠിച്ചോൻ്റെ നിയമത്ത്. മോനെ, നമുക്ക് നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് കുഞ്ഞെ നടത്തണം കേട്ടാ. ആയിക്കോട്ടുമ്മ, പെട്ടെന്ന് തന്നെ നടത്താം. പിന്നെ റബിയുൽ ലെവലൊക്കെ വരില്ലേ, ആ റബിയുൽ ലെവലിന് പിന്നെ മോനെ നമുക്ക് നമ്മളെ മട്ടം പോലെ എങ്ങനെയാ ചെയ്യണം. യേശുമൊക്കെ റബിയുൽ ലെവൽ എന്ന് പറയുമ്പോഴന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. ആദ്യം മുതലേ അവരത് ശീലമായതുകൊണ്ട് തന്നെ അങ്ങനെയായിരുന്നു. ഇപ്രാവശ്യവും നല്ല ഉഷാറാക്കണം തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് നവാസൊക്കെ മോചിതനായ സ്ഥിതിക്ക് ഐഷുമൊക്കെ ഒന്നുകൂടി ഉഷാറ് കൂടിയിട്ടുണ്ട്. പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടിയിലധികം ഇനിയും കൊടുക്കണമെന്ന് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നതും. പ്രത്യേകമായി ഷമ്മാസിനോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഉമ്മ, എൻ്റെ പൊന്നുമ്മ, ഉമ്മക്ക് നബിദിനം എന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു സന്തോഷമില്ല. മോനെ, ഇനി ദിവസമല്ലേ ആ കുട്ടികൾക്ക് വേണ്ട ദഫ് കളിക്കണ കുട്ടികൾക്കായാലും ഇനിയിപ്പോൾ സ്കൗട്ടിൻ്റെ കുട്ടികളുണ്ടാവും, അതുപോലെ തന്നെ ആ ഫ്ലവർ ഷോ കളിക്കണ ചെറിയ പിഞ്ച് പൈത മക്കളുണ്ടാവും. ഓൾക്കൊക്കെ പ്രത്യേകം പ്രത്യേകം നോട്ടുമാല ഉണ്ടാക്കുന്നുണ്ട് പൊന്നാര മോനെ. അത് മാത്രമല്ല, പിന്നെ ഇവിടുന്ന് ഭക്ഷണവും ഒക്കെ കൊടുത്തിട്ട് തന്നെ പറഞ്ഞേച്ചാൽ മതി. ഉസ്താദുമാർക്ക് പിന്നെ പ്രത്യേകം മറക്കണ്ട, ഓൽക്കും നോട്ടുമാല തന്നെ കൊടുക്കണം. പിന്നെ വരുന്ന ഓരോ കുട്ടികൾക്ക് ഓരോ ഡ്രസ്സ് കൊടുക്കാൻ എനിക്ക് പൂതി ഉണ്ടാവും. പറ്റുമോ ഓൽക്ക് താങ്ങാപ്പോൾ കയ്യോ ഞാൻ മദ്രസയിൽ നിന്ന് എത്തിച്ചു കൊടുക്കുക. എന്താ വേണ്ടിയത് ഉമ്മ? ഉമ്മാക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എന്താ മോനെ? അങ്ങനെയാണെങ്കിൽ നബിദിനത്തിൻ്റെ ദിവസം എല്ലാവരും പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് സുഗന്ധമൊക്കെ പൂശി വരണമെന്നാണല്ലോ ഉസ്താദുമാർ പറയാറുള്ളത്. ഇനിയിപ്പോൾ ഇല്ലാത്തവരാണെങ്കിലും അതിനനുസരിച്ച് ഒക്കെ ഒന്ന് ഇസ്തിരിയിട്ട് വൃത്തിയിൽ വെടുപ്പിൽ സ്പ്രേ ഒക്കെ പൂശി സെൻ്റൊക്കെ അത്രയൊക്കെ പുരട്ടിയിട്ട് വരണം എന്നൊക്കെയാണല്ലോ പറയാറുള്ളത്. ഉമ്മാക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. മദ്രസത്തെ എല്ലാ കുട്ടികൾക്കും ഉസ്താദുമാർക്കും നബിദിനത്തിൻ്റെ ഘോഷയാത്രക്ക് ഇടുവാനുള്ള ഡ്രസ്സ് ഇനി പെൺകുട്ടികൾ വരുന്നില്ലെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൊടുക്കുക. അതുപോലെ ആൺകുട്ടികൾക്കും ഉസ്താദുമാർക്കും. എന്താ പറ്റൂലേ മോനെ? അൽഹംദുലില്ലാ മോനെ, ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിച്ചിരുന്നു എങ്ങനെ ഇനിയിപ്പോൾ കൈ കൊടുത്ത കുട്ടികളെ കയ്യിൽ കണ്ടമാനം കവറുണ്ടാവില്ലേ, ഈ കവറ് താങ്ങി പിടിച്ചാലും ഈ കൂട്ട് ഡ്രസ്സും കൂടി ആകുമ്പോൾ കുട്ടികൾ കുഴങ്ങൂല. പിന്നെ ഞാൻ മഴയാണോ വെയിലാണോ അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. എന്തൊക്കെ തന്നെയാലും മോൻ പറഞ്ഞത് നല്ലൊരു ആശയം തന്നെ. എൻ്റെ കുട്ടീനെ അല്ലാഹു ഹൈറിലാക്കട്ടെ. അല്ലെങ്കിൽ എൻ്റെ ഷാമോനെ ഞാൻ എന്തേ വിചാരിച്ചും കൊടുത്തിന് അവനെ അപ്പുറം കാണും. മോൻ പറഞ്ഞത് നല്ല കാര്യം. ഉമ്മാൻ്റെ തലയിൽ ഈ ബുദ്ധി തോന്നില്ലടാ. ഉമ്മാൻ്റെതല്ലേ മോന്. അതായിരിക്കും. നവാസ് അത് പറഞ്ഞപ്പോൾ അതാ ഷമ്മാസ് ഉമ്മയും ചിരിച്ചു. അതൊക്കെ ശരി തന്നെടാ, നല്ല കാര്യം തന്നെ ഉമ്മാൻ്റെ കുട്ടി പറഞ്ഞു. എന്നാൽ മദ്രസിലെ ഉസ്താദ്മാരോടൊന്ന് പോയി ചോദിച്ചു നോക്കണം കേട്ടാ. ചോദിച്ചു നോക്കിയിട്ട് എങ്ങനെയാണ് എന്തൊക്കെ ഏതാ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് അതിനനുസരിച്ച് ഓൾക്ക് അന്ന് ഇടാനുള്ള ഡ്രസ്സ് നമ്മളെ വക കേട്ടാ. എന്നാൽ പിന്നെ ഇവിടുന്ന് ഭക്ഷണവും കാര്യങ്ങളും പൈസ കൊല കയ്യിലാണ്ട് കൊടുക്കാമല്ലോ. എല്ലാ കുട്ടികൾക്കും ഒരു പൂവും കൊടുക്കുക, പൂവിൻ്റെ ഒപ്പം ഒരു നോട്ടും അങ്ങനെ ചുറ്റിങ്ങാണ്ട് ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അത് കൊടുത്താൽ ഓൾക്ക് തൃപ്തിയാവും. എങ്ങനെയുണ്ട് മോനെ? ഉമ്മ, നല്ല കാര്യം തന്നെയാണ്. അതും നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമല്ലേ. മക്കളൊക്കെ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ല മോനെ, എനിക്ക് പൂതിയാണടാ ആ ദഫും കാര്യങ്ങളും മദ്രസത്തെ കുട്ടികളെ പാട്ടൊക്കെ എന്തോ ഒരു രസമാണ് കേൾക്കാനല്ലേ. ഉമ്മ, അതെന്തൊക്കെ തന്നെയായാലും നല്ല രീതിയിൽ റാഹത്തോട് കൂടി തന്നെ നടക്കട്ടെ. ഇനിയോ മഴ ആകുമ്പോൾ എന്തെനിക്ക് അറിയില്ല. ഇനിയിപ്പോൾ മോനെ എന്നാലും ഉമ്മാനെ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ ഒരു നേരം. ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മളെ പുത്തൻ വീട് തറവാടിൻ്റെ മുറ്റത്ത് എല്ലാവരും ഇവിടുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ഇനിയിപ്പോൾ അതാ ധൃതിയൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് ഓൽക്ക് നമുക്ക് പാർസൽ ഓരോ പൊതിയുണ്ട്, അന്നത്തെ ഭക്ഷണത്തിൻ്റെ പൊതി, അതാണ് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഉമ്മ ആയിക്കോട്ടെ. അൽഹംദുലില്ലാ പഠിച്ചവനെ. എൻ്റെ നവാസ് ജയിലിൽ നിന്നൊന്ന് ഇറങ്ങിയിട്ട് റഹ്മാനെ എൻ്റെ കുട്ടിക്ക് നേർച്ച എൻ്റെ മനസ്സത്തെ പഠിച്ചവനെ അത് വീട്ടണം റബ്ബേ. മോനെ നവാസേ. ഉമ്മ മതി, പോയി കിടന്നാണി. നേരെ എത്ര മണിയായി നോക്കി കാണി, അങ്ങോട്ട് നോക്കി 10-11 മണിയായി തുടങ്ങി. ഇത്ര നേരമായി. ആ പെണ്ണിന് വെയ്യാത്താണ്, ഒന്ന് പോയി കിടന്നാളാ. ഓളങ്ങനെ ഉറക്കൊഴിച്ചു. ഉറക്കൊഴിച്ച് അവിടെ ഇരിക്കണ്. ഈ പള്ളിയിലുണ്ടാകുമ്പോഴൊക്കെ പെണ്ണുങ്ങൾക്ക് ഇടങ്ങാറായി കരങ്ങനെ ഉറക്കൊഴിച്ച് ഓൾക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ,
മാനുകുട്ടി പോയി കിടന്നാളെ ചെല്ലി. നവാസിനെ അതാ ഉമ്മ പറഞ്ഞേക്കുന്നു. എന്നാൽ ഷമ്മാസ് അത് കേട്ടു. ഷമ്മാസിന് വല്ലാത്തൊരു സന്തോഷമാണ് ആയത്. നുസൈബയും അത് കേട്ട് ചിരിച്ചു. അങ്ങനെ അതാ എല്ലാവരും ഉറങ്ങുവാൻ വേണ്ടി പോകുന്നു. അങ്ങനെ അതാ ഫസീലയുടെ റൂമിലേക്ക് നവാസ് ചെല്ലുന്നു. ഫസീല അന്ന് കുറച്ച് വെള്ളവും എടുത്തുകൊണ്ട് അതാ അങ്ങോട്ട് ചെല്ലുന്നു. ഫസീ, ഇക്ക വെള്ളം വേണേത് കുടിച്ചോളേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവാസ് വെള്ളം കുടിച്ചു. നീ കുടിക്കുന്നില്ലേ? ഞാൻ കുടിക്കുന്നുണ്ട്. അല്ല മക്കളൊക്കെ ഉമ്മ കൊണ്ടേക്കണ്. ഉമ്മ തരുമോ മക്കൾ? എന്നാളെന്നെ മക്കൾ തന്നോ? എന്നോട് പറയണേ. കുട്ടികൾ ചവിട്ടും. പള്ളൊക്കെ ചവിട്ടിയാലേ അത് അറിങ്കൂടില്ല ഉറക്കത്തിലേ. ആ ചെറുതൊക്കെ ഒരു പിരാന്തം കുട്ടിയാണ് എന്ന് വെച്ചാൽ കുറച്ചൊരു വികൃതി ഉള്ള സൈസാണല്ലോ. അപ്പോൾ അതിങ്ങനെ വട്ടം കറങ്ങും ബെഡ് കിടന്നുകാണ്ട്. അപ്പോൾ പള്ളൊക്കെ ചവിട്ടുന്നങ്ങനെ തന്നില്ല. എന്നാലും മക്കളുണ്ടാകുമ്പോൾ ചെറുതിന് മിസ്സിരി കൊണ്ടുപോയി. മിസ്സിരിയും തരുന്നില്ല. ആഹാ, അപ്പോൾ നീ ഫ്രീ ആണല്ലോ അല്ലേ? ഇക്ക, ഹേയ്, എന്താ കരയാൻ തുടങ്ങിയോ? ഇക്ക, എനിക്ക് നിങ്ങളെ കാണാൻ വല്ലാണ്ട് കൊതിയായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ ഇക്ക? ജയിലിൽ നിന്ന് നിങ്ങളാരെങ്കിലും ഉപദ്രവിച്ചോ? അവളതാ നവാസിൻ്റെ മുടിയഴകളിലൂടെ തലോടിക്കൊണ്ടിരിക്കുന്നു. ഹേയ്, ഇല്ല പെണ്ണേ, നീ ഇരിക്കുക. പിന്നെ നീ എന്ത് വിചാരിച്ചത്? ഇക്ക എന്നാലും ബിസിനസ്സിന് വേണ്ടി ബോംബെയിലേക്ക് പോയി എന്നൊക്കെ എന്തിനാ എന്നോട് കളവ് പറഞ്ഞത്? എൻ്റെ പൊന്നാര പെണ്ണേ, അത് പിന്നെ പറയാതെ ജയിലിലാണെന്ന് പറഞ്ഞാൽ ഉമ്മ ആകെ തകർന്നു പോകില്ലേ? ഉമ്മ തകരും, അതുപോലെ തന്നെ നീയും ആകെ ടെൻഷനാകും. അങ്ങനെ ആവില്ലേ? എന്നാൽ തന്നെ ആരും എന്താ വിളിച്ച് പറഞ്ഞിട്ട് ഉമ്മ ടെൻഷനായില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നീ സാരല്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എടി, അള്ളാഹു നമുക്ക് വിധിച്ചതായിരിക്കും അതൊക്കെ കഴിഞ്ഞു. എന്നാലും അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടില്ലേ? ഇക്ക, ജയിലിൽ നിന്ന് എൻ്റെ ഇക്ക ഒരുപാട് ബുദ്ധിമുട്ടിയോ? അവിടെ നല്ല സുഖമായിരുന്നെടി, സുഖസുന്ദരമായിരുന്നു അവിടെ. പക്ഷേ ഒരാളും ജയിലിൽ കിടക്കാൻ വേണ്ടി ദുആ ചെയ്യരുത് കേട്ടോ. സാരല്ല, അള്ളാഹു നമുക്ക് തരുന്നൊക്കെ നമ്മൾ സഹിക്കണ്ടേ? നമ്മളൊരാളെയും കരുതി കൂട്ടി ഒന്നും ചെയ്തിട്ടൊന്നല്ല. എന്നാലും ഇക്ക സാരല്ല. സൗദി ഇല്ലാണ്ട് ഇക്കക്ക് വിഷമമുണ്ടോ? ഇല്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, എനിക്കിപ്പോൾ നീ ഉണ്ടല്ലോ. ഇക്ക, ഞാൻ ഒരു കാര്യം പറയാം. എന്തടി? സൗദിയുടെ അരികിലേക്കും പോകണം കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ ഇക്ക. അതൊക്കെ ആലോചിക്കാം. നീ ഇപ്പോൾ കിടക്കാൻ നോക്ക്. ഇക്ക, എന്താ പെണ്ണേ? ഇക്കയുടെ മനസ്സിൽ ഇപ്പോഴും എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടല്ലോ. ഒന്നുമില്ലടി. പക്ഷേ ആ ജയിലിൽ നിന്നത്തെ ആ ഒരു സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ജയിലിലുണ്ടായ അനുഭവങ്ങൾ അതൊന്നും നവാസിന് മറക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. കുഞ്ഞിക്കതിയെ തൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞതും കാര്യങ്ങളുമെല്ലാം അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ഇക്ക, നിങ്ങൾ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല പെണ്ണേ. അങ്ങനെ അതാ ഫസീല ചൊല്ലി ഊതി കിടക്കുന്നു. എന്നാൽ ആയത്തിൽ കുറിച്ച് ഊതി അവൾ തൻ്റെ നവാസ്കയുടെ തലയിലൂടെ അത് ഊതി കൊടുക്കുന്നു. എടീ, നീ ആയത്തിൽ കുറിച്ചൊക്കെ ഊതി തരുമ്പോൾ എനിക്ക് എന്തൊരു ആശ്വാസമാണോ. സ്നേഹത്തോടെ അതാ നവാസ് അവളെ ചേർത്ത് പിടിക്കുന്നു. നവാസ് ഫസീലയോട് ചെവിയിൽ മന്ത്രിച്ചു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം കേട്ടോ. ഞാൻ കളവ് പറഞ്ഞത് ക്ഷമിക്കണം കേട്ടോ. ഞാൻ എൻ്റെ പെണ്ണിന് ഒന്നും സംഭവിക്കരുത്, എൻ്റെ ഉമ്മാക്കൊന്നും പറ്റരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ്. ക്ഷമിക്കണം കേട്ടോ. ക്ഷമിക്കൂലേ? ഇക്ക, ഇനി അങ്ങനത്തിലൊന്നും ചെന്ന് ഞാൻ ചാടിയതല്ലല്ലോ, അത് അങ്ങനെ അങ്ങ് ആയിപ്പോയതല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം പഠിച്ച റബ്ബിൻ്റെ വിധിയായിരിക്കും. സാരല്ല ഇക്ക, എന്നാ ഉറങ്ങിക്കോളെ. ഉറങ്ങ്. ഇത്രയും ദിവസം ഞാൻ പട്ടിണി എടുക്കായിരുന്നു വേണ്ടേ, നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് അതാ നേരെ ഫസീലയെ നെഞ്ചോട് ചേർക്കുന്നു. ഇക്ക, അല്ല, നമ്മളെ കുഞ്ഞിന് എത്ര മാസമായി പെണ്ണേ? ഇക്കറിയില്ലേ? ഞാൻ കുഞ്ഞ് അനക്കം തുടങ്ങിയോ? അതിനൊന്നും ആയിട്ടില്ല, ആകുന്നേ ഉള്ളൂ. എന്നാലും അത് പെണ്ണെ റൂഹൊക്കെ പെട്ടെന്നിടൂലേ 4 മാസമൊക്കെ ആകുമ്പോഴേക്കും. എന്നാലും തുടങ്ങിയിട്ടില്ല, തുടങ്ങാനുള്ളൊരിതൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് ഹയറായൊരു കുട്ടിയെ നമുക്ക് നൽകട്ടെ അല്ലേ. അങ്ങനെ അതാ നവാസിൻ്റെ നെഞ്ചോട് ചേർന്ന് ഫസീല കിടക്കുന്നു.
എന്നാൽ നവാസ് അവൻ്റെ സർവ്വശക്തിയും എടുത്ത് അവളെ വാരിപ്പുണർന്നു. അവരുടെ സന്തോഷകരമായ നിമിഷങ്ങളിലേക്ക് നവാസ് അവളെ കൊണ്ടുപോകുന്നു. ഫസീല തൻ്റെ പ്രിയപ്പെട്ട നവാസ്കയുടെ ശരീരത്തിൽ അലിഞ്ഞു ചേരുന്നു. ഐഷുമ്മ ഈ സമയം അത് ആലോചിക്കുകയായിരുന്നു. ഐഷുമ്മക്ക് ഉറക്കം വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. റഹ്മാനെ അല്ലാ, എന്നാലും പഠിച്ചോൻ അൽഹംദുലില്ലാ, നീ എത്ര കാരുണ്യമാണ്, എൻ്റെ കുട്ടിയെ നീ തന്നല്ലോ അല്ലാ. എന്നാൽ ഈ സമയം നുസൈബയും ഷമ്മാസും, നുസൈം എന്തിക്ക, ഓ എന്തൊക്കെ തന്നെയല്ലേ, ഇതുവരെ സത്യം പറഞ്ഞാൽ സമാധാനം എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. നവാസ്ക ജയിലിലായ കാലത്ത് അപ്പോൾ ഇക്ക നിങ്ങൾ വെറുതെ പറഞ്ഞതായിരുന്നല്ലേ? അതെ പെണ്ണെ, മുംബൈയിൽ ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചതൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ആക്കാഞ്ഞാൽ പിന്നെ എങ്ങനെ പെണ്ണെ ശരിയാവുമോ? എന്നിട്ട് തന്നെ ഉമ്മ അറിഞ്ഞപ്പോൾ ആയത് കണ്ടില്ലേ? അതാ പറഞ്ഞത്, നമ്മൾ പ്രായമായവരുടെ ഇടയിലാണെങ്കിലും ഗർഭിണികളുടെ ഇടയിലാണെങ്കിലും ഇനി കുട്ടികളുടെ ഇടയിലാണെങ്കിലും പെട്ടെന്ന് വലിയ ഷോക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയാൻ പാടില്ല. അഥവാ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് അത് വല്ലാത്തൊരു ഷോക്കായി മാറും. അതെ, ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞത് നന്നായി. എന്നാലും രക്ഷപ്പെട്ടല്ലോ അല്ലേ? അതെ പെണ്ണെ, അതെ. എന്നാൽ ഈ സമയം ഐഷുമ്മ ഓരോന്ന് ആലോചിക്കുകയായിരുന്നു. അത് മറ്റൊന്നുമല്ല, കുഞ്ഞുവിൻ്റെ കല്യാണം നടത്തണം. പുത്തൻവീട് തറവാട്ടിലെ വലിയൊരു പരിപാടി നവാസ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിൻ്റെ വകയിലൊന്ന് നടത്തണം. അതൊക്കെ ആദ്യത്തെ, പിന്നെ നബിദിന പരിപാടി ഉണ്ട് അതിൻ്റെ മുമ്പായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാണ്ട്. കാരണം സൗദ എന്ന് വെച്ചാൽ അവിടെ ഒറ്റക്കാണ്. ഞോല പെരയിൽ ഒറ്റങ്ങളെ സ്ഥിതി തന്നെ ഒരു ചെറിയ പെര അന്ന് ഷമ്മാസ് തട്ടിക്കൂട്ടി കൊടുത്തതാണ്. ഇനിയിപ്പോൾ 2-3-4 മക്കളും സൗദിയും ഓലെല്ലാവരും കൂടി നിൽക്കുമ്പോൾ അത് ഒരു ബുദ്ധിമുട്ടേക്കാരഞ്ഞിപ്പോൾ. അഫ്സ നല്ല പെണ്ണാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളും കുറച്ച് കണ്ടരണ്ടേ. എൻ്റെ മോൻ നവാസ് ഉണ്ടാക്കിയ പെരണ്ട്, ആരുമില്ലാതെ ഒഴിഞ്ഞ് കിടക്കണം. അത് ഇനിയിപ്പോൾ ആരെ പേരിലാണ് ഒന്ന് അറിയണം, ആരുടെ പേരിലാണ് ഉണ്ടാക്കിക്കണത്, എന്താ ഏതാ ഒന്ന് അറിഞ്ഞ് കിട്ടിയാൽ അതിനനുസരിച്ച് അത് സൗദൻ്റെ പേരിലാക്കിക്കോട്ടെ എന്ന് എൻ്റെ അഭിപ്രായം. ഏതായാലും ഉമ്മ ജയിലിലൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ ആരതാണെങ്കിലും സൗദൻ്റെ പേരിലാക്കി കിട്ടിയാൽ കഴിച്ചിലായി. അങ്ങനെ ആയപ്പോൾ ഓൾ അവിടെ നിന്നോട്ടെ, ഓളും കുട്ടി ഇനി പോലെ പെരക്കാരൊക്കെ അവിടെ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതോ ഇനി കുഞ്ഞിക്കതിയാൻ്റെ പേരിലാണെങ്കിലോ അത് ഇനിയിപ്പോൾ ഇങ്ങനെ ആക്കി എന്തെങ്കിലും വേണ്ടി വരും. കാരണം ഏതായാലും നവാസ് എടുത്തു കൊടുത്ത പേരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് പോനക്ക് അവകാശം പറയാൻ പറ്റൂലെങ്കിലും സൗദക്ക് പറയാലോ എൻ്റെ ഭർത്താവ് എടുത്താണെന്നുള്ളത്. അതുകൊണ്ട് പക്ഷേ ഇനി കുഞ്ഞിക്കതിയും ഹസീനും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിക്കണമെങ്കിൽ ആധാരത്തുമ്പോൾ എന്തൊക്കെയാണ് ആർക്കറിയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇനിയിപ്പോൾ പേരിലാക്കിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ ഓലും ഇങ്ങോട്ട് ഇറങ്ങും, പിന്നെ ഇറ്റങ്ങളെ പിന്നെ ആട്ടിവിടും. അതായിരിക്കും സ്ഥിതി. കാരണം ആ ചെറിയ വീട്ടിൽ നിന്ന് തന്നെ സൗദൻ്റെ എളാമാനി മക്കളൊക്കെ കുഞ്ഞിക്കതി ഇറക്കി വിട്ടതാണ്. ഇനിയിപ്പോൾ ആ വലിയ വീട്ടിലേക്ക് ഒരു പോയാലും എങ്ങനെയൊക്കെയോ എന്തൊക്കെയൊന്നും പറയാൻ പറ്റൂല. ഇൻഷാ അല്ലാ അതൊന്നും അറിയണം, ആരെ പേരിലാണ് പെരാന്നുള്ളത്. അത് ഞാൻ അതിനെക്കുറിച്ച് തീരുമാനമാക്കണം. ഇനി അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി. അല്ലാതെ ഇപ്പോൾ സൗദപ്പിൻ്റെ നവാസ് കെട്ടി സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഓളെ സ്വഭാവം കാര്യങ്ങളും എപ്പോഴാണ് മാറും എപ്പോഴതാവൊന്നും പറയാൻ പറ്റൂല. എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ഓൾ അവിടെ നിന്നോട്ടെ എന്ന് എൻ്റെ അഭിപ്രായം. എന്നാൽ പിന്നെ നവാസിനും വലിയൊരു ഇതില്ല, ഷമ്മാസിനും കേടില്ല. കാരണം ഷമ്മാസിൻ്റെ പിന്നാലെ ഓളിങ്ങനെ ഓരോ അസുഖയ്ക്കും. അപ്പോൾ പിന്നെ അവിടെ ആകുമ്പോൾ അതല്ലേ നല്ലതിൻ്റെ. നവാസ് പോയി വന്ന് നിന്നും ചെയ്തോട്ടെ, അതന്നെ ആയിരിക്കും നല്ലത്. ഓളപ്പാൻ്റെയും എളാമാൻ്റെ അടുത്തൊക്കെ ആകുമ്പോൾ നല്ല മട്ടത്തിൽ നിന്നും ചെയ്തോളും. അല്ലാതെ ഇങ്ങനെ താങ്ങാൻ ആളുണ്ടാകുമ്പോഴേ ഓള് തലേക്ക് കയറും. ഇൻഷാ അല്ലാ നാളെ ഒന്ന് അന്വേഷിച്ച് നോക്കണം. എൻ്റെ ഷമ്മാസിനോടൊന്ന് പറയട്ടെ കാര്യങ്ങളൊക്കെ. ഷമ്മാസിനോട് പറഞ്ഞുകാണ്ട് ആധാരം ആരെ പേരിലാണ് എങ്ങനെയാണ് പേരിലാക്കിക്കണോ. കുഞ്ഞിക്കതിയാണ് ആൾ, ഒന്നിനും മടിക്കാത്തതാണ്. ഇനിയിപ്പോൾ ആരെ പൈസയൊന്നും ആരും എടുത്താന്ന് നോക്കൂല. കണക്കിന് പറയണേ സൗദൻ്റെ പേരിൽ അത് ആക്കി കൊടുക്കുകയാണ് വേണ്ടത്. സൗദൻ്റെ നവാസും കൂടി പേരിലായിക്കോട്ടെ, സന്തോഷമേ ഉള്ളൂ. പക്ഷെ അതല്ലേ കാരം, ഓള് ഒരുമ്പട്ടോളാണ്, ഒന്നിനും മടിക്കാത്തോളാണ് ആ കുഞ്ഞിക്കതിയ. കുഞ്ഞിക്കതിയൊക്കെ എന്തേക്കാരം സാധനം പറയാൻ പറ്റുന്നു, അന്വേഷിച്ച് നോക്കണം നാളെ തന്നെ ഇൻഷാ അല്ലാ. ഐഷുമ്മയുടെ മനസ്സിൽ അങ്ങനെയൊരു ചിന്തയായിരുന്നു വന്നത്. കാരണം അല്ലെങ്കിൽ ഇനിയും അവളെ സൗദന അവിടുന്ന് പുറത്താക്കലായിരിക്കും. എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേട്ടത്, സൗദന കാട്ടിക്കൂട്ടിയത്. ഇപ്പോഴല്ലേ കള്ളിയൊക്കെ അറിയണത്. അങ്ങനെ ആക്കണം ഇൻഷാ അല്ലാ. ഐഷുമ്മയുടെ ആഗ്രഹം അതാണ്. അതെ, ആ വലിയ വീട് അത് നവാസിൻ്റെയും സൗദിയുടെയും പേരിലാക്കണം എന്നതാണ് ഐഷുമ്മയുടെ ആഗ്രഹം. അതോ കുഞ്ഞിക്കതിയെ ആദ്യമേ അവരുടെ പേരിലാക്കി വെച്ചിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കുകയും വേണം. എന്തൊക്കെ തന്നെയാലും നമുക്കത് ബാക്കി നാളെ കാണാം. ഷമ്മാസ് അന്വേഷിക്കുമ്പോൾ എന്തായിരിക്കും, ആരുടെ പേരിലായിരിക്കും വീടിരിക്കുന്നത്, അത് എങ്ങനെയെങ്കിലും നവാസിൻ്റെയും സൗദിയുടെയും പേരിലാക്കാൻ പറ്റുമോ?
എന്നതും നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.